We have discussed the definition of a clause, and we have also discussed the difference between an independent clause and a subordinate clause. ഒരു clause എന്ന് പറഞ്ഞാൽ എന്താണെന്ന് ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. ക്ലോസ് എങ്ങനെയാണ് ഫ്രേസിൽ നിന്ന് ഡിഫറൻറ്റ് ആയിരിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ നോക്കി. ഫ്രേസിൽ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ടാവില്ല, ക്ലോസിൽ സബ്ജക്റ്റ് വെർബ് കോമ്പിനേഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ ഒരു ഇൻഡിപെൻഡന്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലോസിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയാണ്. വാട്ട് ആർ ദി ഫീച്ചേഴ്സ് ഓഫ് എ ക്ലോസ്? The first feature of a clause is that a clause has a subject and a predicate. നമ്മൾ സെന്റൻസിനെ പറ്റി പഠിച്ചപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ട് സബ്ജക്ട് പ്രെഡിക്കേറ്റ് ഒക്കെ എന്നൊക്കെയുള്ള വാക്കുകൾ. സോ വാട്ട് ഇസ് എ സബ്ജക്ട് ആൻഡ് വാട്ട് ഇസ് എ പ്രെഡിക്കേറ്റ്? ഒരു സെന്റൻസിലെ നൗൺ പാർട്ട്, ആ സെന്റൻസിലെ ഡൂവറിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന പാർട്ടിനെയാണ് നമ്മൾ സബ്ജക്ട് എന്ന് വിളിക്കുന്നത്. The predicate is the part of a sentence that includes the verb and the action that is mentioned in the sentence. verb ഉൾപ്പെടുന്ന പാർട്ടിനെയാണ് നമ്മൾ എപ്പോഴും predicate എന്ന് പറയുന്നത്. ഒരു ക്ലോസിൽ സബ്ജക്ട് വെർബ് കോമ്പിനേഷൻ ഉണ്ട് എന്ന് നമ്മൾ പറയുമ്പോൾ ഇറ്റ് is clear that a clause consists of a subject and a predicate. ഒരു ക്ലോസ് എന്ന് പറഞ്ഞാൽ അതിലൊരു സബ്ജക്റ്റും ഒരു predicate പാർട്ട് അല്ലെങ്കിൽ ഒരു verb ഉൾപ്പെടുന്ന പാർട്ടും എന്തായാലും ഉണ്ടായിരിക്കും. We are looking at an example. Parvati is a girl. So this is the example of a clause. We have already discussed this example before. Parvati is a girl who is good at dance is the entire sentence. We are taking a look at the first part, that is the clause. Parvati is a girl. Parvati is the subject of the sentence and is a girl is the predicate. If we look at the second clause, that is who is good at dance, we can see that this clause also consists of a subject and a predicate. The subject of this clause is who and the predicate is good at dance. രണ്ടാമത്തെ clause who is good at dance എന്ന് പറയുന്നതാണ് subordinate clause ആണ്. അതിലെ സബ്ജക്റ്റും പ്രെഡിക്കേറ്റും നമ്മൾ ഐഡന്റിഫൈ ചെയ്യുകയാണെങ്കിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് who ആണ്, പ്രെഡിക്കേറ്റ് എന്ന് പറയുന്നത് is good at dance എന്ന് പറയുന്ന പാർട്ടാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഫസ്റ്റ് സെന്റൻസിലെ, അതായത് ഇൻഡിപെൻഡന്റ് ക്ലോസിലെ സബ്ജക്റ്റ് വളരെ ക്ലിയർ ആണ്. ഇറ്റ് ഇസ് എ നൗൺ. ദ സബ്ജക്റ്റ് ഇസ് പാർവതി. വേറാസ് സബോർഡിനേറ്റ് ക്ലോസിൽ നമ്മൾ നോക്കുമ്പോൾ സബ്ജക്റ്റ് അത്ര ക്ലിയർ അല്ല. ഹു എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. ഇത് മെയിൻ ക്ലോസുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുമ്പോൾ മാത്രമേ ഈ ഹു ആരാണ് എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. ഈ മെയിൻ ക്ലോസിലെ സബ്ജക്റ്റും സബോർഡിനേറ്റ് ക്ലോസിലെ സബ്ജക്റ്റും തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. In the main clause, the subject, as I told you, is a noun. It is an explicit subject. വളരെ ക്ലിയർ ആയ സബ്ജക്റ്റ് ആണ്. It is explicit. There is nothing that is hidden in that subject. Whereas, in the second case, the subject who is a relative pronoun that is used as a subject. ഇവിടെ ഒരു റിലേറ്റീവ് പ്രോനൗൺ who എന്ന് പറയുന്ന റിലേറ്റീവ് പ്രോനൗൺ ആണ് സബ്ജക്റ്റ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അത് മെയിൻ ക്ലോസുമായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ ആ ഹു ആരാണ് എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് തന്നെ യു ക്യാൻ കോൾ ഇറ്റ് ആൻ ഇംപ്ലിസിറ്റ് സബ്ജക്റ്റ്. അതായത് ഓപ്പൺലി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവില്ല, മെയിൻ ക്ലോസുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ മാത്രമാണ് ആ സബ്ജക്റ്റ് ആരാണെന്ന് മനസ്സിലാവുന്നത്. സോ ഇറ്റ് ക്യാൻ ബി called an implicit subject. So that brings us to the second feature of a clause. The subject of a clause may be implicit or explicit. ഒരു ക്ലോസിൽ ഒരു സബ്ജക്റ്റ് ഉണ്ടാവണം എന്നുള്ളത് ഒരു റൂൾ ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ അതിലെ ഒരു കാര്യം കൂടി നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണ്. ഒരു ക്ലോസിലെ സബ്ജക്റ്റ് എക്സ്പ്ലിസിറ്റ് ആയിക്കൊള്ളണം എന്ന് നിർബന്ധമില്ല. ഇറ്റ് കുഡ് ഐദർ ബി എക്സ്പ്ലിസിറ്റ് ഓർ ഇംപ്ലിസിറ്റ്. മെയിൻ ക്ലോസിൽ നമ്മൾ നോക്കുമ്പോൾ അതൊരു എക്സ്പ്ലിസിറ്റ് സബ്ജക്റ്റ് ആണ്. സബോർഡിനേറ്റ് ക്ലോസിൽ നോക്കിയപ്പോൾ അവിടെ ഒരു ഇംപ്ലിസിറ്റ് സബ്ജക്റ്റ് ആണ് ഉള്ളത്. We are moving on to the third feature of a clause. A clause has a finite verb. ഒരു ക്ലോസിൽ വേർബ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഒന്നുകൂടെ സ്പെസിഫൈ ചെയ്യാണ്. A clause should have a finite verb. What is a finite verb? A finite verb is a verb that indicates tense. Tense indicate ചെയ്യുന്ന ഒരു വേർബിനെയാണ് ഫൈനൈറ്റ് വേർബ് എന്ന് പറയുന്നത്. വേർബിന്റെ എല്ലാ യൂസേജസിനും ടെൻസ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല.
ടെൻസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്ന വേർബിനെയാണ് നമ്മൾ ഫൈനൈറ്റ് വേർബ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് വേർഡ്സിനെ നമ്മളൊരു ക്ലോസ് എന്ന് വിളിക്കണമെങ്കിൽ ഇറ്റ് ഷുഡ് ഹാവ് എ ഫൈനൈറ്റ് വേർബ്. Now let's take a look at the example we have been discussing. The first clause is Parvati is a girl. The finite verb used here is. The second clause, who is good at dance? In this clause also, the finite verb is. This need not be the case with all sentences. എല്ലാ സെന്റൻസിലും ഇതുപോലെ മെയിൻ ക്ലോസിലും സബോർഡിനേറ്റ് ക്ലോസിലും ഒരേ ഫൈനൈറ്റ് വേർബ് വന്നോളണം എന്നൊരു നിർബന്ധവുമില്ല. ബൈ കോയിൻസിഡൻസ് നമ്മൾ ഇപ്പോൾ എടുത്തിരിക്കുന്ന സെന്റൻസിൽ മെയിൻ ക്ലോസിലും സബോർഡിനേറ്റ് ക്ലോസിലും ഇസ് തന്നെയാണ് ഫൈനൈറ്റ് വേർബ് ആയിട്ട് വന്നിരിക്കുന്നത്. ഏതെങ്കിലും ഒരു ഫൈനൈറ്റ് വേർബ് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഒരു ക്ലോസിന്റെ ഫീച്ചർ. അപ്പോൾ നമ്മൾ ക്ലോസിന്റെ 3 ഫീച്ചേഴ്സ് ഇവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. So let's take a recap. A clause is a group of words consisting of a subject-predicate combination. The subject may be implicit or explicit. It should also contain a finite verb. ഇത്രയും ഫീച്ചേഴ്സ് ഉള്ള ഒരു യൂണിറ്റിനെ ആണ് നമ്മൾ ക്ലോസ് എന്ന് വിളിക്കുന്നത്.